ശ്രീ BN ഹസ്കർ, സർക്കാരിന് ഇതൊരു വിഷയമേ അല്ലേ? ഇത്രയധികം ലഹരിക്കെതിരായ ആരോപണങ്ങൾ വരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതിപ്രസരം ഈ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഒരു വിരൽ പോലും അനക്കുന്നില്ല. രോഹിണി, അങ്ങനെ നമുക്ക് സർക്കാരിനെ അടച്ചങ്ങ് ആക്ഷേപിക്കണം ചൂണ്ട് അത്തരം ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയില്ല. ഇവിടെ ചില ആളുകൾ ഉയർത്തുന്ന വലിയൊരു ചോദ്യമുണ്ട്. നമ്മളൊരു സാഹിത്യ സൃഷ്ടി അല്ലെങ്കിൽ ഏതൊരു കലാസൃഷ്ടി ആയിക്കോട്ടെ, ആ കലാസൃഷ്ടിയെ സമീപിക്കുന്നത് എങ്ങനെയാണ്? തങ്ങളുടെ ലാവണ്യബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഒരു കലാസൃഷ്ടിയെ വിലയിരുത്തുകയും ആസ്വദിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ഒരു സിനിമയെ നാം ആസ്വദിക്കുക എന്നുള്ളത്, തങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ തെരഞ്ഞെടുക്കുന്നുള്ള സ്വാതന്ത്ര്യം പ്രേക്ഷകനുള്ളപ്പോൾ വായനക്കാരന് ഏതൊരു സൃഷ്ടി വായിക്കണമെന്ന് ഉള്ള സ്വാതന്ത്ര്യം, തെരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം വായനക്കാരനുള്ളപ്പോ എന്തിനാണ് നിങ്ങൾ ആഷിഖ് കപൂറിന്റെ മറ്റേ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന സിനിമയെ നിങ്ങൾ കാണാൻ പോകുന്നത്? നിങ്ങൾ എന്തു സന്ദേശമാണ് അതിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ സ്വാഭാവികമായും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനു പകരം ആഷിഖ് കപൂർ സിനിമ എടുത്തത് ഡ്രഗ് മാഫിയയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേരളത്താകമാനം ഡ്രഗ് അബ്യൂസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനും വേണ്ടി സിനിമയെ മാർഗമാക്കി എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വാർത്ത പറയാൻ പറ്റും. പിന്നെ ഇപ്പൊ സർക്കാരിന് ഇപ്പോൾ ഡ്രഗ് സിനിമയിലാകമാനം ഡ്രഗ് ഉണ്ട്. NDPS ആക്ടിന്റെ ബാലപാഠം പോലും അറിയാത്തയാണ്. ഇപ്പോൾ സർക്കാരിന് ഉടൻ തന്നെ നടപടിയെടുക്കാനാവില്ല. NDPS ആക്ട് പ്രകാരം ഒരു കേസ് എടുക്കണമെങ്കിൽ ഡിറ്റക്ഷൻ ഉണ്ടാവണം. ഏതെങ്കിലും ഒരാളിൽ നിന്ന് കൃത്യമായി മയക്കുമരുന്നോ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ കിട്ടിയാൽ മാത്രമേ പോലീസിനോ എക്സൈസിനോ കേസെടുക്കാനാവൂ. അപ്പൊ അങ്ങനെ എടുക്കാനാവുന്ന ഒരു നിയമം നിലവിലുള്ള രാജ്യത്ത് ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ പേരിൽ കേസെടുക്കാനാവുമോ? അങ്ങനെയെങ്കിൽ ഇപ്പോ ആർക്കെതിരെ നടത്തുന്ന ആരോപണത്തിന്റെ പേരിലും യാതൊരു തരത്തിലുള്ള റെയ്ഡേ നടക്കുന്നില്ല. പിന്നെ ആരോപണമെങ്കിലും മുഖവിലേക്ക് എടുക്കണ്ടേ? അങ്ങനെയല്ല, റെയ്ഡ് നടക്കുന്നില്ലെന്ന് അടച്ചാക്ഷേപിക്കല്ലേ. സിനിമാ മേഖലയിലുള്ള ആളുകളോട് നിങ്ങൾ പരിശോധിക്കൂ. സിനിമാ മേഖലയിൽ ഇപ്പോ എക്സൈസിന്റെയും പോലീസിന്റെയും നിരന്തര ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് അവരെ അലോസരപ്പെടുത്തുകയും അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിൽ അവർ പലപ്പോഴും പരാതി പറഞ്ഞതായി എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സ്വാഭാവികമായും അത്തരം പ്രവൃത്തികൾക്കെതിരെ നിൽക്കുന്ന സമീപനമാണ് നാം ഇക്കാര്യത്തിൽ എടുക്കേണ്ടത്. ഒരു കാരണവശാലും മദ്യത്തെയോ മയക്കുമരുന്നിനെയോ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നിലപാടെടുത്തിട്ടുണ്ടോ? അങ്ങനെ നിലപാടെടുക്കാനാവില്ലല്ലോ. മയക്കുമരുന്ന് എന്ന് പറയുന്ന സാമൂഹ്യ വിപത്തിനെതിരെ ജാഗ്രതയോടുകൂടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ്, അത് ഏത് ഭരണകൂടം, അത് ഇടതുപക്ഷ ഭരണകൂടമാണെങ്കിലും UDF ഭരണകൂടമാണെങ്കിലും അത് അങ്ങനെ പ്രവർത്തിക്കാനാവും. അങ്ങനെയാണ് ഒരു സംശയം ചോദിക്കുകയാണ്. നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പോലീസിന്റെ ഇടപെടൽ ആ ലൊക്കേഷനിൽ വലിയ രീതിയിലുള്ള അലോസരം ഉണ്ടാക്കും, അത് അവരുടെ കലാസൃഷ്ടിയെ തന്നെ ബാധിക്കും എന്നൊക്കെ നമുക്കറിയാം. ചില ചലച്ചിത്ര താരങ്ങൾ നിരന്തരം ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നവരാണ്. അവർ ലൊക്കേഷനിൽ അടക്കം ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വന്ന് പല സംവിധായകർക്കും അടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണ്. എല്ലാവർക്കും പൊതുസമൂഹത്തിൽ പലരുടെയും പേരറിയാം, പലരുടെയും അഭിനയം ശ്രദ്ധിച്ചാൽ തന്നെ മതിയാകും. മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് അഭിനയിക്കുന്നത് പോലും. കാരണം സ്ഥലകാല ബോധമോ എന്തിനാ നിൽക്കുന്നതിൽ പോലും ഒരു സ്ഥിരതയോ ഇല്ലാതെ അഭിനയിക്കുന്ന നടന്മാരുണ്ട്. ഇവരെ ആരെയെങ്കിലും അല്പമെങ്കിലും രഹസ്യമായി നിരീക്ഷിക്കുകയും ഇവർക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇവരാരിൽ നിന്നാണ് ഇത് വാങ്ങുന്നത് എന്ന് അടക്കമുള്ള ഒരു സംവിധാനത്തിലേക്ക് പോയിട്ടുണ്ടോ? കാരണം എത്രയോ വർഷങ്ങളായി ഇവരിതൊക്കെ പിന്തുടരുന്നത് തന്നെ ഉണ്ട്. ഇതില് പോലീസിന്റെയും എക്സൈസിന്റെയും നടപടികളെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് നാളെ നമ്മളിപ്പോ ചാനൽ മുറികളിൽ നിന്ന് ചർച്ചകൾ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ എക്സൈസും പോലീസോ റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായുള്ള സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സൈസോ പോലീസോ അടിയന്തരമായി ഇതിനിടയിലേക്ക് കയറി വരികയും ഇവിടെ ഉടൻ തന്നെ ഇവിടെ റെയ്ഡ് നടത്തേണ്ടതുണ്ട്, ഇവിടെ മയക്കുമരുന്ന് കൈവശം വെച്ചിരിക്കുന്ന രഹസ്യ വിവരം ലഭിച്ചു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായാൽ, അത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടായാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായി സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലകളിൽ ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നത് അതിന് കൃത്യമായിട്ട് പോലീസിന്റെ ഭാഗത്ത് ഡാൻസ് ഓഫ് അടക്കമുള്ള ടീമുകളുണ്ട്. അതിൽ ചില ആളുകളെ സിനിമാ മേഖലയിൽ ഡിപ്ലോയിഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ എന്നിരുന്നാലും ഇവർക്ക് സുലഭമായി മയക്കുമരുന്ന് ലഭിക്കുന്നുണ്ട്. മയക്കുമരുന്ന് ഇപ്പോ പോലീസും എക്സൈസും കേസുകൾ എടുക്കുന്നുണ്ട്, കോടതികൾ ആ കേസുകൾ ശിക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ മയക്കുമരുന്ന് വരാതിരിക്കുകയും ഇവിടെ ചെലവാകാതിരിക്കുകയും അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള മൗഖ്യത്തിൽ നിന്നും അല്ല ഞാനിത് പറയുന്നത്. വളരെ കൃത്യമായിട്ട് മയക്കുമരുന്ന് സുലഭമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. പോലീസും എക്സൈസും നിരവധി കേസുകൾ ദിവസവും എടുക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്.
അപ്പൊ അത് നമ്മുടെ ഒരു സാമൂഹ്യ വിപത്താണ്. ശരി. അത് പക്ഷേ ശ്രീ കൃത്യമായി ഹസ്കർ, നമുക്കറിയാം പോലീസിനും എക്സൈസിനും ഒക്കെ പലപ്പോഴും രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ റെയ്ഡ് നടത്തുന്നുണ്ട്. നമുക്കറിയാം അതിർത്തി കേന്ദ്രീകരിച്ച് വിശേഷ ദിവസങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ അവർ റെയ്ഡ് നടത്തുന്നു. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തുന്നു. അതൊക്കെ കൃത്യമായി പിടിക്കുന്നുമുണ്ട്. ഇത്രയധികം ഇന്റലിജൻസ് സംവിധാനങ്ങളുള്ള കേരള പോലീസിന് ഈ സിനിമാ മേഖലയിൽ മാത്രം ഇത്തരം രഹസ്യ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുകയില്ലേ? അല്ല, നിശ്ചയമായും സാധിക്കുക. അതൊരു പോലീസിന്റെ കഴിവുകേടായിട്ടൊന്നും നമുക്ക് അങ്ങനെ കാണാനാവില്ല. നിശ്ചയമായും പോലീസ് മനസ്സുറപ്പിച്ചാൽ, എക്സൈസ് മനസ്സുറപ്പിച്ചാൽ സിനിമാ ശരി, പക്ഷേ ആ മനസ്സുറപ്പിക്കലാണ് വിഷയം അല്ലേ? അവിടെയാണ് സർക്കാരിന്റെ ഇടപെടൽ, അവിടെയാണ് ഈ മാഫിയയുടെ ഇടപെടൽ. ആരെയൊക്കെയോ തൊട്ടാൽ പൊള്ളും എന്നുള്ള സർക്കാരിന്റെ തിരിച്ചറിവ്.